മോസ്റ്റ് ടൈമിലും ഇല്ല, ചില സമയത്തൊക്കെ നമുക്കൊരു ഹ്യൂമൻ ടച്ച് നമുക്ക് ഇതിനില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. വലിയ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യങ്ങളുമില്ല, അതേപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങളുമില്ല. ഒരു ടൈം സേവിങ് പ്രോസസ്സാണ് ഇത്. കോസ്റ്റ് ഫ്രണ്ട്ലിയാണ്. പീപ്പിൾസിൻ്റെ ഫേസ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനൊക്കെ ആയിട്ട് നമുക്ക് ചാൻസസ് ഉണ്ട്. ഹലോ, ഞാൻ മിൽ ജോജോയ്. ഞാൻ ആൻവിയസ് മൾട്ടിമീഡിയ അക്കാദമിയിലെ ഫിലിം എഡിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ട്രഡീഷണൽ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫിലിം മേക്കിൽ വരുന്ന ഒരു 3 സ്റ്റെപ്സ് ഉണ്ട്: പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മളതിൽ സ്റ്റോറി, ഐഡിയ, സ്ക്രിപ്റ്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ തന്നെ നമുക്ക് അവിടെ ഒരു ലാർജ് ആയിട്ടുള്ളൊരു ക്രൂ മെമ്പേഴ്സ് അതിന് വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് നമ്മൾ ക്യാമറ, എക്യുപ്മെൻറ്റ്സ്, കാര്യങ്ങൾ, ലെൻസ്, ലൈറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് കഴിയും നമ്മളുടെ ഈ പ്രീ പ്രൊഡക്ഷനേക്കാളും ലാർജ് ക്രൂ മെമ്പേഴ്സ് നമുക്ക് അതിന് ആവശ്യമുണ്ട്. അതിൻ്റെ ഇരട്ടി ക്രൂ മെമ്പേഴ്സ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് നമ്മൾ VFX ഡിപ്പാർട്ട്മെൻറ്റ്, DI, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം വരുന്നത് ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് ഇതിനും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ചെയ്തതിനേക്കാളും ഇരട്ടി മെമ്പേഴ്സാണ് ഇവിടെ ആവശ്യമുള്ളത്. നമ്മൾ VFX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മേഖലയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടത്, ഒരു മൂവിക്ക് വേണ്ടത് ഇരട്ടിയായിട്ടുള്ള മെമ്പേഴ്സാണ് വേണ്ടത്. ഫിലിം മേക്കിങ്ങിലോട്ട് വരുമ്പോൾ ഇതെല്ലാം ഒരു 1 man ഷോയാണ്. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഒരു 1 man ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആയിരിക്കും ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലും പോസ്റ്റ് പ്രൊഡക്ഷനിലായിക്കോട്ടെ, പ്രീ പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഇതിലെല്ലാം നമ്മളുടെ മറ്റേ ട്രഡീഷണൽ ഫിലിം മേക്കിങ്ങിൻ്റെ കുറേ മെമ്പേഴ്സ് എന്നുള്ളത് നമ്മളിവിടെ ചുരുക്കമാണ്. നമ്മൾ ഒരാളെന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. ടോട്ടലി എന്താണ് ഫിലിം മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ ഫിലിം മേക്കിംഗ് കോസ്റ്റ്ലിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മോർ ടൈം കൺസ്യൂമിങ് രീതിയാണ് നമ്മൾ ട്രഡീഷണൽ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ കുറേ ക്രൂ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ടത് കാരണം നമുക്ക് അവർക്ക് കോസ്റ്റ് കൊടുക്കണം. പിന്നെ അതേപോലെ അതിന് പ്രൊഡക്ഷൻ നല്ല ടൈം എടുക്കും, അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു AI ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു 1 man പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നത്. AI ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ വരുന്ന പ്രോസസ്സ് ഉണ്ട്. നമ്മളുടെ ഫസ്റ്റ് പ്രോസസ്സായ ഒരു സ്ക്രിപ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേഷൻ. അപ്പോൾ നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹ്യൂമൻ്റെ മൈൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡ് വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ AI ബേസ്ഡ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, LLM എന്നാണ് ഷോർട്ടായിട്ട് വിളിക്കുക. അപ്പോൾ ഈ LLM ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഫിലിം മേക്കിൽ ഈ പ്രൊഡക്ഷൻ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റ്, നമുക്ക് ഈ സ്ക്രിപ്റ്റ് നമ്മൾ ഒരു പ്രോംപ്റ്റ് ആക്കി എടുക്കും. ഇതും നമുക്ക് LLM വെച്ചിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിന് നമ്മളൊരു സ്റ്റോറി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ നമുക്കൊരു പ്രോംപ്റ്റ്, ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇമേജ് ജനറേഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ കിട്ടുന്നത് നമ്മൾ അതേപടി തന്നെ നമ്മളൊരു ഐഡിയയ്ക്ക് പോകരുത്, നമ്മളത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളൊരു AIക്ക് നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെയും ഒരു ഹ്യൂമൻ്റെ മൈൻഡ് നമുക്ക് വേണം എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളത് വായിച്ച് നോക്കി നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ് ഇമേജ് ജനറേഷൻ. ഇമേജ് ജനറേഷനിലാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ എലമെൻറ്റ് ഇമേജ് ജനറേഷനാണ്, അതിൻ്റെ ബേസാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇമേജ് ജനറേഷനിലാണ് നമ്മളുടെ കോമ്പോസിഷൻ, ഫ്രെയിം, ലൈറ്റിങ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എല്ലാം വരുന്നത് ഇമേജ് ജനറേഷനിലാണ്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒരു വീഡിയോ ജനറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ നമ്മളുടെ ബേസായിട്ട് കിട്ടിയിട്ടുള്ള ഇമേജസിനെ നമ്മൾ വീഡിയോ ആയിട്ട് കൺവേർഷൻ ചെയ്യാണ്, അതിനൊരു ലൈഫ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ജനറേഷനിലാണ് നമ്മൾ ഒരു AI ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന് പല മോഷൻ കൊടുക്കുക, നമ്മൾ ഹാൻഡ് മൂവ്മെൻറ്റ്, സബ്ജക്റ്റിന് എനിമേഷൻ കൊടുക്കുക, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റിനായിക്കോട്ടെ എന്തെങ്കിലും നമ്മൾ എനിമേഷൻ കൊടുക്കുന്നതും ഒരു വീഡിയോ ജനറേഷൻ പ്രോസസ്സിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോംപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് വെച്ച ഇമേജിന് നമ്മൾ ഇന്ന മൂവ്മെൻറ്റ്, ക്യാമറ മൂവ്മെൻറ്റ് വേണം, സബ്ജക്റ്റിന് ഇന്ന മോഷൻ വേണം എന്നൊക്കെ നമ്മൾ ഒരു പ്രോംപ്റ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയ ബേസ് ഇമേജ് നമ്മളൊരു LLMന് നമ്മൾ കൊടുത്തിട്ട് അതിന് പിന്നീട് ഒരു വീഡിയോ ജനറേഷൻ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റിലേക്ക് നമ്മൾ തരാൻ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു AIക്ക് നമ്മൾ അതിന് പ്രോംപ്റ്റ് കിട്ടുന്നത് നമ്മൾ ഇമേജും വെച്ചിട്ട് നമ്മളൊരു ഫസ്റ്റ് ഫ്രെയിമായിട്ട് നമ്മൾ AIക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ പ്രോംപ്റ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ റിസൾട്ടായിട്ട് നമുക്കൊരു ലൈഫ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മളുടെ ഈ AI ഫിലിം മേക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് എന്താ കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സംഭവം ഒരു ടൈം സേവിങ് പ്രോസസ്സാണിത്.
പിന്നെ വരുന്നതാണ് കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ വരുന്നതാണ് നമ്മളുടെ ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ മെത്തേഡാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വലിയ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യങ്ങളുമില്ല, അതേപോലെ തന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെ ആവശ്യങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു മീഡിയം തന്നെയാണ് നമുക്ക് ഒരു പ്രൊഡക്ഷൻ സ്റ്റേജിൽ. അപ്പോൾ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹ്യൂമൻ ടച്ച് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫീല് നമുക്കിതിൽ കുറവായിരിക്കും. മോസ്റ്റ് ടൈമിലും ഇല്ല, ചില സമയത്തൊക്കെ നമുക്കൊരു ഹ്യൂമൻ ടച്ച് നമുക്ക് ഇതിനില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് വരുന്നതാണ് നമുക്ക് എപ്പോഴും ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഇമേജസ് നമുക്ക് എപ്പോഴും ഇതൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ വരുന്നതാണ് ഒരു എത്തിക്കലായിട്ടുള്ള നമുക്കൊരു കൺസേൺ ഇതിൽ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ പല ഫേസസ്, നമ്മൾ പീപ്പിൾസിൻ്റെ ഫേസ് നമുക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനൊക്കെ ആയിട്ട് നമുക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഒരു AI ഫിലിം മേക്കിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് എന്തായാലും വൈഡറായിട്ടുള്ള കുറേ ഏരിയാസ് ഓപ്പൺ ആണെന്നുള്ളതിൽ ഞാൻ ഷുവറാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് എന്തായാലും ഒരു AI ഫിലിം മേക്കിംഗ് ആണ്. പിന്നീട് വരുന്നതാണ് AI കണ്ടന്റ് ക്രിയേഷൻ. പിന്നീട് വരുന്നത് നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ആഡ്സ് യൂസിങ് AI. അപ്പോൾ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ആഡ്സ് നമുക്ക് ഇപ്പോൾ AI യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഏരിയാസിലേക്ക് എന്തായാലും ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു AI ഫിലിം മേക്കിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും കുറേ ഏരിയാസിലേക്ക് നമുക്ക് അപ്ലൈക്കബിൾ ആവും. നിങ്ങളൊരു ഫിലിം മേക്കർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു AI ഫിലിം മേക്കിംഗ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു മാസീവായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ടൂൾസൊക്കെ നമ്മളിപ്പോൾ ഒരു വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, ലൈക്ക് അറീന സീറോ. അപ്പോൾ നിങ്ങളേനെയും ആ ഒരു റോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആനിവേഴ്സ് മൾട്ടിമീഡിയ അക്കാദമിയുടെ പുതിയ കോഴ്സായ AI ഫിലിം മേക്കിംഗ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.